നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ 10 വർഷമായി മലയാളികൾ മറന്നു തുടങ്ങിയിരുന്ന അല്ലെങ്കിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന ചില കലാരൂപങ്ങളുണ്ട്. അത് പൂർവാധികം ശക്തിയായി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയിലേക്ക്. SFIക്കാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സമരമാണ്. എന്തിനു വേണ്ടിയാണ്, എന്താണ് എന്നൊക്കെ അതിന് ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം അവർക്ക് ഇപ്പോൾ ഭരണമില്ല. അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവർ സമരത്തിനായിട്ട് ഇറങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. SFI ആണ് സമരം നടത്തുന്നത്. പക്ഷേ DYFI നേതാവാണ് ആ സമരം നിയന്ത്രിക്കാൻ വേണ്ടി നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രാജ്യസഭ MP ആയിട്ടുള്ള A റഹീമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഇരിക്കാൻ, അവരോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടും ഒരാൾ പോലും കേൾക്കുന്നില്ല എന്നുകൂടി നമുക്കത് അവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. തകർപ്പ മുദ്രാവാക്യങ്ങളൊക്കെയാണ് വിളിക്കുന്നത്. ഒരു വേള ഇരവാദ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങളുടെ സഖാക്കളെയൊക്കെ തല്ലി കൊല്ലുകയാണോ പോലീസ് എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടർ പിന്നെ അങ്ങോട്ട് ഗിയർ മാറ്റിയിട്ട് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും എന്ന തരത്തിലേക്കൊക്കെ ഈ മുദ്രാവാക്യം മാറുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കണമെന്നില്ല, വെറുതെ നോക്കിയാലും മതി. നിങ്ങൾക്ക് ഈ വിദ്യാർത്ഥികളെന്ന് തോന്നത്തക്ക തരത്തിൽ എത്ര ആളുകളെ അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും? വളരെ ചുരുക്കം. ബാക്കിയുള്ളതൊക്കെ ഒരു 35-40 വയസ്സ് ആ റേഞ്ചിലുള്ളതും അതിന് മുകളിലോട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥികളാണോ? ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഉജ്ജ്വലം എന്നേ പറയാനുള്ളൂ. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ ഈ തല്ലുകൊള്ളാനും തല്ലാനും ഒന്നും കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ കാശോ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുത്തു വേണം കൊണ്ടുപോകാൻ. പക്ഷേ ഈ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളല്ല എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ DYFI നേതാക്കളോ അല്ലെങ്കിൽ ദിവസം 500 രൂപയും ബിരിയാണിയും ചെറിയ കുപ്പിയൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന ടീമൊക്കെ ആയിരിക്കാം. ഈ പാർട്ടി ആയിരുന്നാൽ അതും അതിൻ്റെ അപ്പുറമൊക്കെ നടന്നാലും അത്ഭുതമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് മിക്കവാറും അടുത്ത 5-6 വർഷങ്ങൾ കൊണ്ട് കാലിയാവാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇതൊക്കെ വലിയ കാശുമുടക്കുള്ള ഇടപാടാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ലോട്ടറി പോലെ അവർക്കൊരു രക്തസാക്ഷിയെ കിട്ടിയാൽ അതുകൊണ്ട് ഇവർ ഈ നഷ്ടങ്ങളെല്ലാം നികത്തും, മുതലാക്കും. ഒരുപക്ഷെ ചിലതൊക്കെ കോടീശ്വരന്മാരാകാൻ അത് കാരണമാവുകയും ചെയ്യും. ഇതെന്തായാലും ആർക്കെങ്കിലും രക്തസാക്ഷിയാകാൻ പറ്റുമെങ്കിൽ അവർക്കുള്ള അവസരം കൊടുക്കുകയാണ്. കൂടാതെ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാലും അതും പറഞ്ഞുകൊണ്ട് ഇരവാദം അവർക്ക് ചിലവാക്കാം. അതേപോലെ തന്നെ പിരിവ് നടത്താം. അങ്ങനെ ഇതിനെ പിന്തുടർന്ന് ഒരുപാട് കലാരൂപങ്ങൾ ഈ പാർട്ടിക്ക് കാലങ്ങളായിട്ട് അവർ അനുവർത്തിച്ചുകൊണ്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ഒറ്റയടിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ മുഴുവൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തുള്ളവർക്ക് ഇനി അടുത്ത 5 വർഷത്തേക്ക് കണ്ണിനും കാതിനുമൊക്കെ കുളിർമ ഏകുന്ന മുദ്രാവാക്യങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന കാര്യം ഗ്യാരണ്ടിയാണ്. കാരണം 36 MLA-മാരുമായിട്ട് പ്രതിപക്ഷത്തേക്ക് ജനങ്ങൾ അടിച്ചൊതുക്കി വെച്ചിരിക്കുകയാണ് അവരെ. അപ്പോൾ തങ്ങൾ മരിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല, കനൽ കടന്ന് ഇങ്ങനെ പുകഞ്ഞ് കത്തുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കലാരൂപങ്ങൾ അവർ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇനി നമ്മുടെ മുന്നിലേക്ക് അവർ എത്തിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യം സംശയിക്കേണ്ട. അത് SFIയുടെ രൂപത്തിൽ വരും, DYFIയുടെ രൂപത്തിൽ വരും, CPM-ൻ്റെ രൂപത്തിൽ വരും, CITUവിൻ്റെ രൂപത്തിൽ വരും. ഉറപ്പായിട്ടും ഇനി അടുത്ത 5 വർഷം നമുക്ക് ഗ്യാലറി ഇരുന്ന് നല്ല കളികൾ കാണാനുള്ള അവസരം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ പോലീസിനാണ് ഇവിടെ ഇരട്ടിപ്പണിയാവുന്നത്. കഴിഞ്ഞ 10 വർഷവും അവരുടെ പോലീസായിട്ട് അവർ കൊണ്ടുനടന്ന, അതായത് പോലീസിനെ അവരായിട്ട് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ആ പോലീസിനെ ചിലപ്പോഴൊക്കെ മർദ്ദനോപാധിയായി അവർ ഉപയോഗിക്കുകയും ചെയ്തു. അതായത് രക്ഷാപ്രവർത്തനം എന്നൊക്കെ ഓമന പേരിട്ട് വിളിച്ച പോലീസുകാർ, ആ പോലീസിനെതിരെ ഇപ്പോൾ അവർ തിരിച്ചു മുദ്രാവാക്യം വിളിക്കുകയാണ്. അതായത് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന തരത്തിൽ. ഇതൊക്കെ ചിലവായിക്കൊണ്ടിരുന്നൊരു കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ തലമുറ ഇതൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇതിലൊക്കെ ഇപ്പോഴും പോവാറുള്ളൂ. ഇത് കണ്ടാൽ ആളുകൾക്ക് കൂടുതൽ ഈ പാർട്ടിയോട് വെറുപ്പും അകൽച്ചയും മാത്രമേ തോന്നൂ എന്ന സാമാന്യ ബോധമെങ്കിലും ഇത് നയിക്കുന്നവർക്കുണ്ടായാൽ ഭാവിയെങ്കിലും അവരുടെ പാർട്ടി ഈ കനൽ തരിയായിട്ടെങ്കിലും ഇവിടെ കിടക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പപ്പു പറയുന്ന പോലെ ഖതം, ഗയ, ടാറ്റ, ബൈ ബൈ എന്ന് മാത്രമേ പറയാറുള്ളൂ.